അർജുൻ്റെ മൂത്ത സഹോദരി ശ്രീമതി അഞ്ജു നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. അഞ്ജു, ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പ ഇപ്പോൾ ശിരൂരിൽ നിന്ന് നൽകുന്നൊരു വിവരം ഇപ്പോഴവിടെ ഒരു പരിശോധനയും നടക്കുന്നില്ല എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ കുടുംബത്തിന്? ഞങ്ങൾക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇത്ര ഇടപെടലുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടും പ്രത്യേകിച്ച് അതിന്റെ കാര്യങ്ങളൊന്നും ഇന്നിപ്പോ അവിടെ കാണുന്നില്ല. നമ്മൾ ആരുമില്ലാത്ത രീതിയിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പോ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഇനിയിപ്പോ ഓരോ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നതിലൊക്കെ ഓരോ രീതിയിലുള്ള ടെക്നിക്കൽ റീസൺസും ഓരോ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് പല ഭാഗത്തുനിന്നും. നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒന്നും പറയാനില്ല. നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ മാക്സിമം ആയിട്ടുണ്ട്. ഇന്നലെ നമ്മളൊക്കെ ഇത് നിർത്തൂല എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാരും ഇടപെട്ടതിന് ശേഷം. അഞ്ജു, ഈ അവിടെ ഇപ്പൊ സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെന്താണ് പറഞ്ഞത്? ഇന്ന് അവര് വിളിച്ചിരുന്നു? സഹോദരങ്ങള് രണ്ടുപേരും ഇവിടെ എത്തിപ്പോ ഹസ്ബൻഡാണ് അവിടെ ഉള്ളത്. ഓ ശരി, അഞ്ജുവിന്റെ ഹസ്ബൻഡ് ആണ് അവിടെ ഉള്ളത് അല്ലേ? എന്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം വിളിച്ചോ ഇന്ന്? കുറച്ചു നേരം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? അല്ല, പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അഞ്ജു, നമുക്ക് അഞ്ജുവിന് അറിയാമല്ലോ, കേരള ഗവൺമെന്റ് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അർജുനെ കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ. അപ്പോ സ്വാഭാവികമായിട്ടും അവിടുത്തെ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ റിപ്ലൈ കിട്ടേണ്ടതാണ്. ഔദ്യോഗികമായി തന്നെ ഒരു മറുപടി. നമുക്ക് ഇതുവരെ ഒരു റിപ്ലൈയും ഒന്നും തന്നെ ആരും പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടുമില്ല. ഒഫീഷ്യൽ റിപ്ലൈയും കാര്യങ്ങളും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അഞ്ജു, 2 ദിവസം മുൻപ് അഞ്ജു വേറൊരു ചാനലിനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അഞ്ജു പറഞ്ഞത് എന്തായാലും നമുക്ക് അർജുനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയേ മതിയാകൂ എന്നാണ്. അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നത്? അല്ലേ? ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ ഇപ്പോഴും തയ്യാറുമാണ്. എന്തെങ്കിലും നമുക്കറിയണം. അവിടെ നിന്നാണ് അവനും അവന്റെ ട്രക്കും മിസ്സായത്. അവിടുന്ന് എങ്ങോട്ടും പോകാനുള്ള സാധ്യതയില്ല. അവര് മെനയാന്ന് ട്രക്ക് ലൊക്കേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓരോ നിമിഷവും അതിനു വേണ്ടി കാത്തിരുന്നതാണ്. പിന്നെ അതിനെ പറ്റി യാതൊരു ഇൻഫോർമേഷനും ഇല്ല. അഞ്ജു, അമ്മയും അച്ഛനും എന്താ പറയുന്നത്? മകൻ എന്ത് പറ്റിയെന്ന് അറിയാതെ എല്ലാ ദിവസവും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ 14ാമത്തെ ദിവസമാണെന്നുള്ളത്. അവരടുത്തൊന്നും എന്താ പറയേണ്ടത് നമുക്കറിയില്ല. അവരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അഞ്ജു, ഇവിടുന്ന് ഈ കേരള കാർഷിക സർവകലാശാലയിലെ ഒരു കൂട്ടം വിദഗ്ധർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അഞ്ജു കണ്ടു കാണും വിവരങ്ങളൊക്കെ. അപ്പൊ അവര് നോക്കുന്നത് ഈ ഡ്രഡ്ജർ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ നോക്കാനാണ്. അപ്പോ എന്ത് തരത്തിലാണെങ്കിലും ആ പരിശോധന നടക്കണം അല്ലേ അഞ്ജു? നമുക്ക് അത്രേ ഉള്ളൂ. പരിശോധന യാതൊരു കാരണവശാലും നിർത്തരുത് എന്ന് നമ്മൾ ഇന്നലെ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയില്ല, ഇതിനിപ്പം 4 ദിവസത്തേക്ക് നിർത്തിവെച്ച് അതിന് ഇത്ര കാലത്തേക്ക് നിർത്തും ഒന്നും നമുക്കറിയില്ല. ഒരു പക്ഷെ ഇത് മൊത്തമായിട്ട് അവര് നിർത്താനുള്ള അതിന്റെ ഒരു മുന്നോടിയായിട്ടാണോ ഇങ്ങനെ പറഞ്ഞു നിർത്തിയെന്നൊന്നും അറിയില്ല. പിന്നെ ഇപ്പൊ ഡ്രഡ്ജിങ് അവിടെ നടക്കൂല എന്നുള്ള രീതിയിലായിരിക്കും അടുത്ത ഇൻഫർമേഷൻ വരിക. ഇപ്പൊ ഇതുവരെ നടന്നൊരു സംഭവം വെച്ചിട്ട് നമുക്ക് അതന്നെ തോന്നുന്നു. പ്രത്യേകിച്ച് നമുക്ക് വല്ല ശുഭപ്രതീക്ഷയും കാര്യങ്ങളൊന്നുമില്ല. അഞ്ജു, നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ലാത്ത കാര്യം. ഇപ്പം അഞ്ജുവിന് അറിയാലോ, അപ്പോൾ അർജുൻ ലോറിക്കകത്ത് ഉണ്ടായിരുന്നോ എന്നും, അതല്ല ഈ അർജുൻ ചായ കുടിക്കാനൊക്കെ ആയിട്ട് മറ്റൊരു 6-7 പേര് അവിടെ ഇറങ്ങിയിരുന്നു ആ കടയിൽ, അവർ കൂടെ ഇറങ്ങിയോ എന്നൊന്നും നമുക്കൊരു വ്യക്തതയില്ല. അഞ്ജുവിന് എന്തെങ്കിലും ഒരു മനസ്സിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ പോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അർജുൻ ലോറിക്കകത്ത് തന്നെ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു ആലോചിച്ചപ്പോൾ? നമുക്ക് അത് ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ നിന്നത്. കാരണം അവന്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഫോൺ എടുക്കാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചാൽ അതിനപ്പം റിപ്ലൈ തരും. അപ്പോൾ അവന്റെ വൈഫ് അന്ന് രാവിലെ 7-7 കൂടിയിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ തന്നിട്ടില്ല. അവൻ ഉറക്കത്തിലാണെങ്കിൽ മാത്രമേ റിപ്ലൈ തരാതിരിക്കുള്ളൂ. 2 ടിക്കിൽ മാത്രം അവിടെ നിന്നതാണ്. റേഞ്ച് ഉണ്ട്, 2 ടിക്ക്. അവൻ സീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവൻ അതിൽ ഉറങ്ങായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നത്. ഇപ്പോഴും ഫോൺ എടുക്കും. ഇപ്പൊ ചായ കുടിക്കാൻ പോവാണെങ്കിലും ജസ്റ്റ് ഫോൺ എടുത്തൊന്ന് നോക്കുമല്ലോ, വീട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടോ മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കും. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതുവരെ നിന്നത്, വണ്ടി തന്നെ കാണുന്നുള്ള രീതിയിൽ. അഞ്ജു, അപ്പോൾ ഞാൻ വൈഫ് സംസാരിക്കുന്ന അന്ന് കേട്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് തലേ ദിവസം വിളിച്ചപ്പോൾ ലോഡ് കയറ്റി മടങ്ങുകയാണെന്ന് അർജുൻ പറഞ്ഞു. അതാണ് തോന്നുന്നു അവസാനം ഉണ്ടായ ഒരു കോൺവെർസേഷൻ അല്ലേ? അതിനുശേഷം രാവിലെ ഒരു മെസ്സേജ് അയച്ച് ആ 2 ടിക്കിൽ അവിടെ നിന്നു. അപ്പൊ അഞ്ജു ഇതൊക്കെ വെച്ച് ഉറപ്പിക്കുന്നത് അർജുൻ നമ്മൾ വണ്ടി അതെ ആ വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ലോറിക്കകത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നിരിക്കും അല്ലേ? അതെ അതെ. അഞ്ജു, ഈ ഇന്ദ്രപാലൻ സാറിന്റെ നേതൃത്വത്തിലെ പരിശോധനകളൊക്കെ നടത്തിയല്ലോ. അപ്പോൾ ഒരു CP4 എന്ന് പറഞ്ഞ ഒരു കോണ്ടാക്ട് പോയിന്റ് 4 കണ്ടെത്തിയിരുന്നു.
അവിടെ ആ. തന്നെ ആയിരിക്കും ലോറി കിടക്കുന്നത് എന്നാണ് അവർക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ അവർ ലൊക്കേറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചത്. ആ അല്ല, നമ്മളെല്ലാം ഇപ്പൊ പത്രത്തില് മീൻസ് മാധ്യമത്തിലെല്ലാം നമ്മൾ കാണുന്നത് ലൊക്കേറ്റ് ചെയ്തു ലോറി അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. വൈകുന്നേരം ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് അതിനെ പറ്റി യാതൊരു ഇൻഫർമേഷനും കിട്ടിയില്ല. ലോറി പുറത്ത് കാണാതെ നമുക്കും ഇനി ഒന്നും വിശ്വസിക്കാൻ നമ്മളും തയ്യാറല്ല. അഞ്ജു, നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാനോ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ അഞ്ജു ഈ സാഹചര്യത്തിൽ? ഇപ്പൊ ഇനി ഫാമിലി എല്ലാവരും സംസാരിച്ചിട്ട് ഞാൻ മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം ഹസ്ബൻഡ് കൂടി വന്നിട്ട് കൂടി ആലോചിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത എന്താന്ന് നോക്കിയിട്ട് ചെയ്യും. ഏതായാലും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് കരുതാം അല്ലേ? അതെ അതെ. ശരി അഞ്ജു, ഏതായാലും ഈ സമയത്ത് ഇത്ര നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി. അഞ്ജു, നമുക്ക് ശരി. കാത്തിരിക്കാം, എന്തെങ്കിലും ഒരു വിവരം കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെ. കേട്ടോ, അഞ്ജു അർജുനന്റെ മൂത്ത സഹോദരിയാണ് നമ്മളോട് സംസാരിച്ചത്. ഏതായാലും അവർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്.